ഹലോ ഗൈസ്, എല്ലാവർക്കും മാമാനി പൊന്നു വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിളയിലാണ്. രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ അച്ചമ്മേൻ്റെ അടുത്തും പാപ്പന്മാരെ വീട്ടിലൊക്കെ ഒന്ന് പോയി ഇങ്ങനെ വരികയാണേ. ഇവിടെ വന്നാൽ ഞാൻ വേഗം മേലേക്കും പാപ്പന്മാരുടെ അടുത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് വരും കേട്ടോ. അപ്പോൾ രാത്രിയായിരുന്നു ഞങ്ങൾ വന്നത്, അതുകൊണ്ട് രാത്രി മഴയൊക്കെ ആയപ്പം കയറാൻ പറ്റിയില്ല. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഈ സൈഡിൽ ഇതാണ് കേട്ടോ എൻ്റെ വീട് ഇതാണ്. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛന് ചായക്കടികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരടുപ്പ് പുറത്തുണ്ടാക്കിയത്. അപ്പോൾ അന്ന് ഈ ഒരു അടുപ്പിൻ്റെ പണി ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് അച്ഛൻ നെറ്റും ഷീറ്റൊക്കെ കെട്ടി മേലെ അതുപോലെ ഡാർപ്പായയും പിന്നെ ഓലയൊക്കെ ഇട്ടിട്ട് ഒക്കെ മഴ ചോരാത്ത രൂപത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാ മണ്ണിൻ്റെ അടുപ്പാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരു വേറെ എന്തോ ഒരു ഫീലാണ്. എന്താ വെച്ചാൽ ഇപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനത്തെ അടുപ്പുകളൊന്നും ഇല്ലല്ലോ. ഉണ്ട്, എന്നാലും കൂടുതലായിട്ട് ഇല്ല. പുറത്തൊന്നും വല്ലാണ്ട് അടുപ്പ് ഉണ്ടാക്കണില്ല, എല്ലാവരും ഇപ്പോൾ അകത്ത് തന്നെയല്ലേ. അപ്പോൾ ഇങ്ങനെ അടുപ്പുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ആകുമ്പോൾ ഓർക്കും തന്നെ നല്ല സുഖമാണ് ഉണ്ടാക്കാൻ. വലിയ വിറകും കാര്യങ്ങളൊക്കെ അടുപ്പിൽ വെച്ച് കൊടുക്കാൻ പറ്റും. ഇത് നമ്മളെ വീടിൻ്റെ ഒരു സൈഡാണ് കേട്ടോ. അവിടെ കുറച്ച് വാഴത്തൈകളൊക്കെ അമ്മയും അച്ഛനും കൂടെ വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ പന്നിശല്യം കൂടുതലാണെന്നാലും കുറച്ചൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ഇതാ അമ്മയുടെ വിറക് വരെയാണിത്. ഇവിടെ കുറച്ച് വലിയ വിറകുകളുണ്ട്, അതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത വിറകുണ്ട്, മില്ല് വിറകുണ്ട്, പിന്നെ മട്ടലുണ്ട്, പിന്നെ ചകിരിയാണ് കേട്ടോ ചാക്കിലൊക്കെ ആക്കി വെച്ചത്. പിന്നെ നമ്മളെ വീടിൻ്റെ നേരെ താഴത്തായിട്ട് 2 വീടുണ്ട്. അതിൻ്റെ സൈഡിലേക്കൊക്കെ നല്ല കാടാണ്, ശീമക്കൊന്നൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതാണ് അമ്മേൻ്റെ ചെറിയൊരു കൃഷി. അമ്മ പൂള കുത്തും, പന്നി കൂടെ വന്ന് കുത്തും, അതാണ് കേട്ടോ സംഭവിക്കൽ. പിന്നെ ഇതാ ഇവിടെ കുറച്ചധികം മുരിങ്ങേൻ്റെ മരമുണ്ട് കേട്ടോ. ഈ മുരിങ്ങ മരത്തിൽ നിറയെ മുരിങ്ങക്കായ ഉണ്ടാവാറുണ്ട്. ഉണ്ടാവുന്ന സീസണിൽ നന്നായിട്ടുണ്ടാവും. പിന്നെ ചെറിയൊരു കാറ്റും ആ മഴയൊക്കെ ചോർന്ന ആ ഒരു ക്ലൈമറ്റാണ്. അപ്പോൾ ഇവിടെ നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ കാണിച്ചിരുന്ന ഈ വ്യൂവിൽ ഈ ഒരു മലേൻ്റെ സൈഡിന് വേറൊരു കഥയും കൂടെ ഉണ്ട് കേട്ടോ. അതെന്താണെന്നുള്ളത് ഞാൻ പിന്നൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഏരിയ, വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗായ്സ് ഇന്നത്തെ ഒരു വിശേഷം. ഓക്കേ.